Bharat College of Nursing, Thiruvarur, Tamil Nadu. Affiliated to the Tamil Nadu Dr. MGR University. Admission open for BSc Nursing 2024. ACCA, CMA, CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്. അപ്പൊ ചെറിയൊരു ടാസ്ക് തരാം. റഫ്ലേഷ്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദുർഗന്ധമുള്ള ഒരു പൂവാണ്. ആർക്ക് കൊടുക്കും പുറത്തേക്ക് വരുമ്പോൾ? ഇങ്ങനെ അതായത് പൂജ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറയാൻ പാടില്ല. മനസ്സിലായല്ലോ? മനസ്സിലായി. അടുത്തത് മുല്ലപ്പൂ. ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരാൾക്ക് തന്നെ നമുക്ക് കൊടുക്കാം. അല്ല, സ്ക്രിപ്റ്റഡ് ആണോ ബിഗ് ബോസ് എന്നുള്ള ഷോ? ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, പല കാര്യങ്ങളിലും എനിക്ക് ക്വസ്റ്റ്യൻ മാർക്കാണ്. പവർ റൂമിൽ പവർ ഇംപ്ലിമെന്റ് ചെയ്ത ടീം ഏതാന്ന് ചോദിച്ചാൽ നമ്മുടെ ടീം, ദാറ്റ്സ് അവർ ടീം. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു അപ്രീഷിയേഷൻ കിട്ടിയായിരുന്നു. അത് കുറച്ച് കണ്ടസ്റ്റൻസിന്റെ കാര്യങ്ങളിൽ എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഹാർട്ടിന്റെ ബ്ലോക്ക്, ആ ആള് തന്നെ ഹാപ്പി ആയിട്ട് പിറ്റേ ദിവസം നടക്കുന്നു. സില്ലി ആയിട്ട് വീക്കിലി എപ്പിസോഡിൽ ലാലേട്ട ഒരു ബ്ലോക്ക് അല്ലായിരുന്നു ലാലേട്ട ഉള്ളത്, ചിരിച്ചോണ്ടൊക്കെ പറയാം. ഇപ്പൊ ചിലവര് പാനിക് അറ്റാക്ക് ആയി. എനിക്ക് പാനിക് അറ്റാക്ക് ഒക്കെ എത്ര വല്ല കാര്യങ്ങൾ, ഇതൊന്നും എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. സോ ഉള്ളിലേക്ക് അവർക്ക് സ്ഥാനം എത്രത്തോളം പോകുന്നു എനിക്കറിയത്തില്ല. അറിയില്ല. ഇപ്പം അപ്സരയാണ് റീസെന്റ് ആയിട്ട് എവിക്റ്റ് ആയി വന്നത്, അപ്സര ആൻഡ് സിബ. അപ്പൊ ഈ അപ്സര എവിക്റ്റ് ആയപ്പോൾ അപ്സര തന്നെ പറഞ്ഞു ഭയങ്കരമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, ഞാൻ എവിക്റ്റ് ആവുന്നുള്ള പ്രതീക്ഷയില്ല എന്ന്. ഇപ്പം ലാലേട്ടന്റെ എപ്പിസോഡിലാണെങ്കിലും കൂടുതൽ അപ്സരയ്ക്കാണ് അറ്റൻഷൻ. ഇപ്പൊ ഈ പറഞ്ഞ ഒരാളിൽ അറ്റൻഷൻ അപ്സരയ്ക്കും പോയിരുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ ഒരു കോൺഫിഡൻസ് വന്നതാണോ അപ്സരയ്ക്ക്? ഞാൻ എവിക്റ്റ് ആയി പോവില്ല, എന്നെ ആൾക്കാർക്ക് അതുകൊണ്ടും വന്നൊരു കോൺഫിഡൻസ് ആണോ അത്? മേ ബി ആയിരിക്കാം. കാരണം എനിക്കറിയില്ല അപ്സര എന്താ തിങ്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു പോയിന്റ് പറഞ്ഞ ശരിയാണ്. ഈ പറഞ്ഞ ഈ ഒരു 4 പേരിൽ എടുത്ത് ചോദിക്കുന്ന ഒരു വ്യക്തിയിൽ അപ്സരയുണ്ട്. കണ്ടിന്യൂസ്ലി ഫ്രം വീക്ക് 1 ടിൽ എൻഡ് വരെ നോക്കിയാൽ അപ്സരയും സംസാരിക്കുന്നുണ്ട്. ബട്ട് ആ ഒരു റീസൺ കൊണ്ടാണോ അപ്സരയ്ക്ക് ആ തോന്നലെന്ന് എനിക്കറിയില്ല. പക്ഷെ അക്കോർഡിംഗ് ടു മീ ഐ ഫെൽറ്റ് അപ്സര ഒരു ഫസ്റ്റിൽ ഒരു ക്യാപ്റ്റൻസിന്റെ ഒരു ചാൻസ് അപ്സരയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. ആ ഒരു ബെഞ്ച് മാർക്ക് പിന്നീടുള്ള വീക്സിൽ അപ്സരയ്ക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഞാൻ ബിഗ് ബോസ് ഹൗസിൽ ഇരുന്ന സമയത്തും ഞാൻ ആ കാര്യം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അപ്സരയോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്സര ആ വീക്കത്തെ പോലത്തെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് നീ വേറെ വീക്സിൽ ചെയ്തിട്ടില്ല. പവർ റൂമിൽ എത്രയോ വട്ടം 1-2 ഞങ്ങള് കയറിയെന്നായിരുന്നു പവർ റൂമിൽ കയറിയത്, അല്ലാണ്ട് ഒരു വട്ടം കയറിയിട്ടുണ്ട്. അപ്പം 2 വട്ടം അങ്ങോട്ട് കയറിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ ആ പവർ റൂമിലും അപ്സര കയറുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന പോലത്തെ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കില്ല. അപ്പം ആ സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്യാപ്റ്റൻസിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയയാണ് പവർ റൂം. ഇങ്ങനെ ഇപ്പം അപ്സര സ്ട്രോങ് ആണെന്ന് കണ്ടസ്റ്റന്റ് ആണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അവിടെയും ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. പക്ഷെ ആ പവർ റൂമിൽ ഇരുന്ന് എടുത്ത് അത്രയും പേരിൽ അപ്സര പറയുന്നതാണ് കേട്ടിട്ടുള്ളത്, വോയിസ് അപ്സരയുടെയാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ സംതിങ് എൽസ് ഒരു നമ്മൾ കുറേയും കൂടി പ്രതീക്ഷിക്കും. ആ പവർ റൂം ആ സമയത്ത് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് കുറേയും കൂടി അത് അങ്ങനെ ഒരു ലിസ്റ്റിൽ എനിക്ക് തോന്നുന്നു ആ സമയത്ത് കയറിയ പവർ റൂമിലുള്ള അവരെ ഒന്നും നമുക്ക് നോട്ട് ചെയ്തിട്ടില്ല നമ്മൾ. പിന്നെ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഫസ്റ്റ് ക്യാപ്റ്റൻസിയിൽ സമയത്തുള്ള ഒരു പെർഫോമൻസ് പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷെ റേഞ്ച് കണ്ടിട്ടില്ല. ബട്ട് ഷീ ഈസ് എ ഗുഡ് പ്ലെയർ. പക്ഷെ ഞാൻ ടോപ്പ് 5 അപ്സരനെ കണ്ടിട്ടില്ല. ഞാൻ ടോപ്പ് 5 കാര്യം നമ്മൾ സംസാരിക്കേണ്ട വന്നിട്ടില്ല. പക്ഷെ ഞാൻ ഈ ഒരു കാര്യം കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നീ ആ ക്യാപ്റ്റൻസിയിൽ കാണിച്ച പോലത്തെ ഒരു സംഭവവും കണ്ടിട്ടില്ല, ഈ ഒരു വീക്സിലൊന്നും കാണുന്നില്ല. ടു ബി ഫ്രാങ്ക് ഡൗൺ ആയി പോകുന്നതാണ് കണ്ടോണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഡള്ളായി പോകുന്നതാണ് കണ്ടോണ്ടിരിക്കുന്നത്. അപ്പം ടു ബി ഫ്രാങ്ക് നമ്മൾ ലാസ്റ്റ് ആണ് ഹൈ ആയിട്ട് കേറി വരേണ്ട സമയം. ആ ഒരു എവിക്ഷൻ അത്ര അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചേച്ചിക്ക് ഫീൽ ചെയ്തിട്ടില്ല? എനിക്ക് ചെയ്തിട്ടില്ല. ഞാൻ എന്റെ കാര്യം എനിക്ക് അൺഎക്സ്പെക്ടഡ് ആയിരുന്നു.
ഞാൻ ഇപ്പൊ ഒന്നും പോകണ്ട അല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പം ഞാൻ കാണുന്നുണ്ടല്ലോ വോട്ടിംഗ് പാറ്റേൺ കാണുന്നു. അപ്പൊ അപ്സര ഡൗണിലായിരുന്നു, അൻസിബിൻ ഡൗണിലായിരുന്നു. സോ എനിക്ക് അൺഎക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ അത് അങ്ങനെ എനിക്ക് തോന്നിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ പെർഫോം ചെയ്യാത്ത കുറെ പേര് അവിടെ ഉണ്ട്, ഇപ്പോഴും സ്റ്റില്ലുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം എൻ്റെ കൂടെ നടന്നതും അപ്സരയുടെ കൂടെ നടന്നതൊക്കെ അൺഫെയർ ആണെന്ന് എനിക്ക്, ഐ മീൻ ഞങ്ങളല്ല പോകേണ്ടത്. ഈ റീസെന്റ് അൻസിബ ഇറങ്ങിയതിന്റെ പേരിൽ കുറെ പ്രശ്നങ്ങൾ വന്നിരുന്നു, ഇങ്ങനെയല്ല ഇത് അൺഫെയർ എവിക്ഷനാണ്. ഈ അങ്ങനെ തോന്നിയായിരുന്നു പേഴ്സണലി, ഇത് വോട്ടിംഗ് ഒക്കെ അങ്ങനെ ഒരു മോഡിലേക്ക് പോകുന്ന അങ്ങനെ തോന്നിയായിരുന്നോ? എനിക്ക് പുറത്ത് ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ പബ്ലിക് റെസ്പോൺസ് ഹ്യൂജ് ആയിരുന്നു. എനിക്ക് തോന്നുന്നില്ല, ഐ മീൻ എനിക്ക് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും അറിയത്തില്ല, ഇത്രയും പബ്ലിക്ക് അവിടെ ഹ്യൂജ് ഇതായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊന്നും വോട്ട് രീതിയിൽ ഇപ്പോൾ ഒന്ന്, കാരണം ആര് പറഞ്ഞാലും ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് വോട്ടിംഗ് അവിടെ കണ്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. സോ എനിക്ക് അറിയില്ല, എനിക്ക് അറിഞ്ഞിട്ട് എപ്പോഴും ഞാൻ പറയുന്നു എനിക്ക് അതെന്താന്ന് അറിയില്ല. പക്ഷെ നമുക്കൊക്കെ ഒരു വിശ്വാസമുണ്ട്. കാരണം ഇപ്പൊ പൂജ വരുന്ന സമയത്ത് പൂജ എന്നോട് പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ശരണ ചേച്ചി നല്ല കാലിബർ ഉണ്ട്, ശരണ ചേച്ചി ചെയ്യുവാണെങ്കിൽ അടിപൊളി ആവും, ചേച്ചി ചെയ്ത് തുടങ്ങുന്നതാണ് പൂജ എനിക്ക് തോന്നുന്നു എൻ്റയർ വൈൽഡ് കാർഡ് എൻട്രി പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഞാൻ പിന്നെ ഞാൻ കയറുന്ന പവർ റൂമാണ്. ആ പവർ റൂമിൽ കയറിയപ്പം തൊട്ട് ഞാൻ ആദ്യം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടി എക്സ്ട്രാ ആയിട്ടേ ഉള്ളൂ, ഞാൻ പെർഫോമിങ് ആയിട്ടേ ഉള്ളൂ, ഡൗൺ ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം പിന്നെ ഈ ഒരു പോയിന്റ്സ് വരുന്നില്ല. സോ എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ ചെറിയൊരു ടാസ്ക് തരാം. ഞാൻ കുറച്ച് പൂക്കളുടെ പേര് പറയും. സോ അതിനകത്തുനിന്ന് ഇനി ഓരോ കണ്ടസ്റ്റന്റുകൾ വരുമല്ലോ, അപ്പൊ അവർക്ക് ഈ പൂ കൊടുത്തായിരിക്കും ഞാൻ സ്വീകരിക്കുക, അവരെ ഈ പൂ കൊടുത്തായിരിക്കും സ്വീകരിക്കുക എന്നുള്ള രീതിക്ക് വേണം പറയാം. ഓക്കെ, സോ ആദ്യത്തെ പൂവാണ് റഫ്ലേഷ്യ. അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദുർഗന്ധമുള്ള ഒരു പൂവാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ വലുപ്പമുള്ള ഒരു പൂവും കൂടെയാണത്. ആർക്ക് കൊടുക്കും? പുറത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ കൊടുക്കേണ്ടി വരും. എനിക്കറിയാം പേര്, എനിക്കറിഞ്ഞൂടാ ആരാ. അല്ലെങ്കിൽ പറയാൻ പറ്റില്ലെങ്കിൽ ഒരു ആക്ഷനയിലും കാണിക്കണം. ഈ റെഫ്ലേഷ്യ പൂ ആർക്ക് കൊടുക്കും ആ വീട്ടിനകത്ത്? അതായത് പൂജ നീ അങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ അയ്യോ പൂജ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? മനസ്സിലായല്ലോ, മനസ്സിലായി. അപ്പൊ പറഞ്ഞോളൂ. അതൊന്നും ഞാൻ പറയില്ല, ഞാനും പറയത്തില്ല. ഓക്കെ, അപ്പൊ ആ മനസ്സിലാവാത്ത വ്യക്തിക്കാണ് കൊടുക്കുന്നത്. അടുത്തത് മുല്ലപ്പൂ. ഓ, അപ്പൊ അത് വേറെ ആരെങ്കിലും ആയിരുന്നു. പോട്ടെ, എന്നാലും പോട്ടെ. മുല്ലപ്പൂ നല്ല മണമാണ് മുല്ലപ്പൂ. പക്ഷെ ചിലവർക്ക് മുല്ലപ്പൂ ഇഷ്ടമല്ല, കാരണം മുല്ലപ്പൂവിന്റെ മണം ഓവറായിട്ട് തലവേദന ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരാൾക്ക് തന്നെ നമുക്ക് കൊടുക്കാം. അല്ല ഇപ്പൊ ഹൗസിനകത്തുള്ള വേണം. ഇപ്പോഴോ? മുല്ലപ്പൂ അല്ലേ? അപ്പൊ മുല്ലപ്പൂ നമ്മൾ നല്ല മണമാണ്, പക്ഷെ കുറെ നേരം നമ്മൾ സ്മെല് ചെയ്ത് നമുക്ക് തലവേദന എടുക്കും. അപ്പൊ തലവേദന. അപ്പൊ അങ്ങനെ ഒരു സെൻസിൽ പറയുമ്പോൾ നോറയ്ക്ക് മുല്ലപ്പൂ കൊടുക്കാം. അതുകൊണ്ട് അവൾക്ക് തലവേദന എടുക്കൂന്ന് അവർ നല്ല ചേർച്ചയാ. ഓ, മുല്ലപ്പൂ നോറയും തമ്മിൽ ചേർച്ചയാണെന്ന്. ഓക്കെ, അടുത്തത് റോസാപ്പൂ. റോസാപ്പൂ എന്ന് പറയുമ്പോൾ നമുക്ക് പല റോസാപ്പൂക്കളുണ്ട്. റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കാം, ഒരു ലവിന് കൊടുക്കാം. അങ്ങനെ ഒരു റോസാപ്പൂ ആർക്ക് കൊടുക്കും? റോസാപ്പൂ ഞാൻ കൊടുക്കുന്നത് ശ്രീതുവിന് കൊടുക്കും. ശ്രീതു എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചോട്ടെ, അവള് റോസാപ്പൂക്കെ വെച്ച് കളിക്കുമ്പോ നല്ല രസമാണ് ശ്രീതുവിന് കൊടുക്കാൻ. ഓക്കെ, അടുത്ത എന്താ ഉടായ്മാണ്? ചെമ്പരത്തി പൂ. ഞാനത് ജാനുവിന് കൊടുത്തു. ഇല്ല, ജാനുവിന് കൊടുക്കത്തില്ല. ചെമ്പരത്തി ഞാൻ നോറയ്ക്ക് കൊടുക്കും. ഇല്ല കൊടുത്തല്ലോ. ഇനി അവിടെ ചെമ്പരത്തി ആർക്ക് ചെമ്പരത്തി കൊടുക്കും? ഋഷിക്ക് കൊടുക്കും. ഋഷിക്ക്. അതെന്താ മുടിയിൽ കാണൂല വെച്ചത്? എവിടെങ്കിലും വെച്ചോട്ടെ, അവിടെ തലയിലോ എവിടെയെങ്കിലും വെച്ചോട്ടെ. അവന് ഇടയ്ക്കിടയ്ക്ക് കിളി പോയ അവസ്ഥ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അവന് എന്നെ മനസ്സിലാവുന്നില്ല.
അപ്പൊ ചെമ്പരത്തിക്ക് വെച്ച് കൊച്ചൊന്ന് തലയിൽ താളിയൊക്കെ ഇട്ട് റെഡി ആയിട്ട് കാര്യങ്ങളെ കറക്റ്റ് ആയിട്ട് നോക്കണം, ചുറ്റിലെല്ലാം നടക്കാതെ നോക്കണം. തലയിൽ താളിയൊക്കെ ഇട്ട് തണുത്ത് തലയൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് ആളൊന്ന് പുറത്ത് വരട്ടെ. അപ്പൊ ചെമ്പരത്തിപ്പൂ ഋഷിക്കാണ്. ഓക്കെ, അടുത്തത് വളരെ എവിടെ കേൾക്കാത്ത ഒരു പൂ, ഒറിജിനൽ അല്ലാത്ത പൂ. എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് പൂ. ഷാംപൂ. ഓ ഷാംപൂ. ഓ മൈ ഗോഡ്. ഓക്കെ, അത് ഞാൻ പെട്ടെന്ന്. ഓക്കെ, അപ്പോ ആർക്കാണ് ഷാംപൂ കൊടുക്കുക? സായിക്ക് കൊടുത്തേക്കാം. എന്താ? മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. പാവം ഇങ്ങനെ ഉള്ള താടിയും കളഞ്ഞ് ഉള്ള മീശയും കളഞ്ഞ് ഇനി മിക്കവാറും മുടി കളഞ്ഞ ഷാമ്പു അങ്ങ് കൊടുക്കാം. സെറ്റായിട്ട് കുളിച്ചൊക്കെ റെഡി ആയിട്ട് വരട്ടെ. ഓക്കെ, ഇനി അതിനകത്തുള്ള കണ്ടസ്റ്റന്റില് എന്താ പറയാ, ഒരു വലിയ ഭംഗിയുള്ള എന്താ പറയാ ഫ്ലവർ ഒക്കെ വെച്ചിട്ടുള്ള നമ്മള് റീത്ത് ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇറങ്ങുമ്പോ ഏതാണ്ട് ഇതായിരിക്കും പരിപാടി എന്നുള്ള പോലെ കൊടുക്കാൻ ആർക്കാ ആഗ്രഹിക്കുന്നത്? ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. എന്താ ട്വിസ്റ്റ് ചെയ്യണ്ടേ? സായിക്ക് റീത്ത് കൊടുക്കാൻ നടുവൊന്നും വയ്യ. മിക്കവാറും സോഷ്യൽ മീഡിയ കളിയാക്കി കൊല്ലുന്നു. ഇല്ലല്ല, റീത്തല്ലേ. ഓ, ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ആദ്യമേ ഞാൻ റീത്ത് നമുക്ക് വെക്കാൻ പറ്റുന്ന ആള് മീൻസ് സോഷ്യൽ മീഡിയയിൽ ഇട്ടാ, സോഷ്യൽ മീഡിയയിൽ ഇനി വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ എന്നുള്ളത്. റീത്തിന്റെ ആള് ഞാൻ ആദ്യം പറഞ്ഞു പോയി. ആദ്യം പറഞ്ഞ ആളായിരിക്കും റീത്തിന് പറ്റിയ ആള് അതും ആളാണ്. ഓക്കെ, ഇനി നല്ല ഭംഗിയുള്ള കുറെ വെറൈറ്റി ഓഫ് നല്ല സ്മെല്ലുള്ള ഒരു പൂ ബൊക്കെ ആർക്ക് കൊടുക്കും? സിജോക്ക് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പൊ നമ്മൾ റീസെന്റ് ഇപ്പൊ നമ്മുടെ സീസൺ എൻഡ് ചെയ്യാറായി. ആ സമയത്ത് തന്നെ ഒരുപാട് PR വർക്കുകള്, കുറെ പേര് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് അറ്റാക്കിങ് വരുന്നത്, ഇതൊക്കെ കാണുമ്പോൾ ചേച്ചിക്ക് എന്താ തോന്നുന്നത്? കാരണം ഇതൊരു സീസണിന്റെ തുടക്ക സമയത്ത് ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ വൈൽഡ് കയറുന്ന സമയത്താണെങ്കിലും അവിടെ ഇത്രയും ഒരു സ്ട്രോങ് PR വർക്ക്സ് ഉണ്ടായിരുന്നില്ല. ഈ ഒരു സീസൺ എൻഡ് ചെയ്യുന്നതിന് തൊട്ടിട്ടാണ് കുറെ ആൾക്കാരുടെ PRs കയറി ഇടപെടാൻ തുടങ്ങിയത്. ഇതിനോട് എന്താ പറയാനുള്ളത്? PR ഒരു one way PR is good, the other way PR is bad. ഓക്കെ, രണ്ട് വേയിലും ഒരു കോയിന് രണ്ട് ഫേസ് ഉള്ള പോലെ ഉണ്ട്. നീ ചെയ്യുന്ന PR-ന്റെ അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ഇരിക്കുക. അതായത് ചില പോസിറ്റീവ് മാത്രമാണ് PR പോകുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് വേയിൽ തന്നെ പോകും. പക്ഷെ അകത്തുള്ള ആൾക്കാർ പോസിറ്റീവ് ആവാതെ നെഗറ്റീവ് ചെയ്തിട്ട് അത് പുറത്തേക്ക് ഒരു പോസിറ്റീവ്നെസ് ആക്കാൻ വേണ്ടി PR-കൾ വർക്ക് ചെയ്യുന്ന ഒരു രീതിയിൽ ചെയ്യുന്നുണ്ടാവല്ലോ. PR എന്ന് പറയുന്നത് അല്ല, PR എന്ന് പറയുന്നത് ഈ ഉള്ളിലുള്ള ആളിനെ അവർക്ക് ഏറ്റവും മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുന്ന ആൾക്കാരാണ് പുറത്തെ PR. അല്ലെങ്കിൽ അവരെ ബൂസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ പോസിറ്റീവ്നെസ് കാണിക്കുക, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക. അതിനാണല്ലോ PR ഇരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ നെഗ് മാത്രം അടിക്കാനാണെങ്കിൽ എന്തിനാണ് PR? ആള് വെക്കത്തില്ലല്ലോ. അപ്പം എനിക്കിതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും അറ്റാക്ക് ചെയ്തിട്ട് ബുദ്ധിമുട്ട് വരുത്തരുത് എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് പോകുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ആരും ചെയ്യരുത്. നമ്മൾ അറ്റ് ലാസ്റ്റ് വി ഓൾ ആർ ഹ്യൂമൻ ബീങ്സ്. അപ്പം അത് ഒന്ന് കൺസിഡർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യുവാണെങ്കിലും ചെയ്യാം. ഓക്കെ, ഇപ്പം കഴിഞ്ഞ വീക്കെൻഡിൽ ലാലേട്ടൻ വന്നിട്ട് ചോദിച്ചൊരു മെയിൻ ചോദ്യമാണ്, അതായത് അതിനകത്ത് പ്യുവർ ലക്ക് കൊണ്ടോ അല്ലെങ്കിൽ നോമിനേഷൻ ഫ്രീ വന്നത് കൊണ്ടോ മാത്രം നിൽക്കുന്ന രണ്ട് കണ്ടസ്റ്റന്റ് ആകാന്നൊക്കെ പറഞ്ഞൊരു ടാസ്ക് തന്നെ. ഞാൻ ആ ടാസ്ക് പറയാം. ഒരു 2 പേരുടെ പേര് പറയാൻ പറഞ്ഞാൽ. ലക്കാണ്, അല്ലെങ്കിൽ നോമിനേഷൻ ഫ്രീ വന്നോണ്ടാണ് ഇപ്പോഴും അവിടെ നിൽക്കാനുള്ള ഒരു ഇത് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ. ഒന്ന് ശ്രീതു, നല്ല ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ ഒന്ന് ശ്രീതു പറയും. പിന്നെ ഒന്ന് നന്ദന. ഈ 2 പേരാണ്. നന്ദനയ്ക്കും ഓക്കെ പറയാം. ഓക്കെ, ഇപ്പൊ പുറത്തിറങ്ങി വന്നിട്ട് നമ്മൾ ബിഗ് ബോസിനകത്ത് മെയിനായിട്ട് പോകുന്നത് എന്താ പറയാ, കൂടുതലും ഒരു റെക്കഗ്നിഷൻ കിട്ടാനും ഒരുപാട് പേര് നമ്മൾ സ്നേഹിക്കാനും അല്ലെങ്കിൽ ഇനി നല്ല നല്ല വർക്ക്സ് വരാനൊക്കെയാണ്. ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്താണ് ശരണീച്ചയുടെ ലൈഫിൽ? എന്തൊക്കെയാണ് നടക്കുന്നത്? ബിഗ് ബോസിന് ഇറങ്ങി വന്നിട്ട് എന്ത് വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എന്തൊക്കെയാണ് പരിപാടി? ഓക്കെ, ഇപ്പോൾ നിലവിൽ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് സ്കൈ ഓഡിയോ മ്യൂസിക് ലേബൽ.
അത് ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ അനൗൺസ്മെന്റ് വി വിൽ ഗീവ് ദ അനൗൺസ്മെന്റ്. വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. സോ അതൊരു ബിഗ് ടീം, അതിൻ്റെ പുറകെ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീമിനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഞാൻ പറയാം, മ്യൂസിക് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ ഹൗസ്. അപ്പൊ പാടുവോ ചേച്ചി? ഞാൻ പാടുമെന്നല്ല, ഞാൻ വേറെ ആൾക്കാരെ കൊണ്ട് പാടിപ്പിക്കും. പിന്നെ എനിക്ക് അറിയില്ല, എനിക്ക് പാടാനുള്ള കഴിവ് വല്ലതും ഉണ്ടോന്ന് വെച്ചാൽ ഞാൻ അറിയാത്ത ഒരു കഴിവ് ഇനിയും വരുന്നുണ്ടോന്ന് ഞാൻ പറയട്ടെ, പാടാനുള്ള കഴിവ് ചേച്ചിക്ക് ഉണ്ട്, പക്ഷെ അത് റാപ്പാന്നുള്ളൂ. ഓ ശരി, അപ്പൊ ആയിക്കോട്ടെ, പറയൂ. പ്രസിദ്ധമായ ആ റാപ്പ് ഇവിടെ ഞാൻ പുറത്തു വന്നു. ഞാൻ അകത്ത് ആരാണ് എന്നോട് പറഞ്ഞേ, അഭിഷേക എന്ന് പറഞ്ഞു. ആരോ നീയാണോ ഏതോ റാപ്പ് പുറത്ത് ഇട്ടായെന്ന് പറഞ്ഞു. പ്രശ്നം ശരണ്യ സൂപ്പർ റാപ്പ് പാടാനോ? കൊറേ പാടി. പ്രശ്നം കൊറേ പേര് പാടിപ്പിച്ചു. അത് പ്രശ്നമാക്കി. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പൊ കൊറേ പേര് പാടാൻ പറഞ്ഞു, ഞാൻ പാടി. പക്ഷെ ഞാൻ പുറത്ത് വന്നപ്പോ അതിന്റെ മിക്സിംഗ് ഓഫ് ചെയ്ത രീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സംഭവിക്കും. ഞാൻ പറഞ്ഞു ആ കൊള്ളാലോ. പക്ഷെ എനിക്കറിയില്ല, എൻ്റെ ടേസ്റ്റ് അങ്ങനെ അല്ല. പക്ഷെ ഇത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഐ വിൽ അങ്ങനെ നമുക്കൊരു മ്യൂസിക് ലേബൽ നമ്മൾ ഓഡിയോ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അത് കൂടാതെ മൂവീസ് വന്നിട്ടുണ്ട്. സോ 3 മൂവീസ് വന്ന് കിടപ്പുണ്ട്. അതിന്റെ കുറച്ച് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാണ്. ഓക്കെ. അപ്പം അതിനകത്ത് നിന്നിട്ട് നമ്മുടെ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലാലേട്ടന്റെ ഒരു ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ഒരു ഷോ സ്ക്രിപ്റ്റഡ് ആണോ, അതിനകത്ത് നിന്നപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളതാണ്. അതായിരിക്കും ലാലേട്ടൻ ആദ്യം വന്ന് ചോദിക്കുക എന്നോട്. എല്ലാ കണ്ടസ്റ്റന്റ് ഇറങ്ങുമ്പോൾ ഈ ഷോ സ്ക്രിപ്റ്റഡ് ആണെന്നാണ്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ഇല്ല ലാലേട്ട ആ ഒരു മൂഡിൽ നമ്മൾ സംസാരിക്കും. ഇപ്പം ഹൗസിനകത്തുനിന്ന് പുറത്ത് വന്നിട്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, സ്ക്രിപ്റ്റഡ് ആണോ ബിഗ് ബോസ് എന്നുള്ള ഷോ? സ്ക്രിപ്റ്റഡ് ആണോ? എനിക്ക് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, പല കാര്യങ്ങളിലും എനിക്ക് ക്വസ്റ്റ്യൻ മാർക്കാണ് ബിഗ് ബോസിൽ. ഇപ്പോഴും എനിക്ക് ക്വസ്റ്റ്യൻ മാർക്ക്. എനിക്ക് തോന്നുന്നു നമ്മൾ പവർ റൂമിൽ ഉണ്ടായിരുന്ന സമയത്താണ് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പവർ റൂമിൽ നമ്മൾ ഇപ്പൊ പൂജ്യം കൂടി ഇരിക്കുന്നോണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. പവർ റൂമിൽ പവർ ഇംപ്ലിമെന്റ് ചെയ്ത ടീം ഏതാന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഐ വിൽ സേ ദാറ്റ്സ് അവർ ടീം. ഓക്കെ, ഇങ്ങനെ ഒരു പവർ ചെയ്യാൻ പറ്റുമെന്ന് പോലും കാണിച്ചു കൊടുത്ത ഒരു കാര്യമാണ്, നമ്മളാണ് കാണിച്ചു കൊടുത്തത്. പക്ഷെ പൂജ ആ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നു ആസ് എ കണ്ടസ്റ്റന്റ്. നമുക്ക് എന്തെങ്കിലും ഒരു അപ്രീഷിയേഷൻ കിട്ടിയായിരുന്നു? കിട്ടിയില്ലല്ലോ. ശരി, അപ്പം പൂജയ്ക്ക് പോട്ടെ, ആ സമയത്ത് കുറെ കാര്യങ്ങൾ അവിടെ നടന്നു, അത് പോട്ടെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി, അത് കഴിഞ്ഞിട്ട് ഞാൻ പവർ റൂമിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ടൈമിൽ കണ്ടിന്യൂസ്ലി 3 വീക്സ് ഞാൻ പവർ റൂമിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നല്ല കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ. പക്ഷെ ഒരു അപ്രീഷിയേഷൻ എന്ന് പറയുന്ന സംഭവം ഇറ്റ്സ് എ ബിഗ് തിങ് ഫോർ അസ്. പ്രത്യേകിച്ചും ആ പവർ റൂമിൽ കാണുന്ന പോലെയല്ല, ഭയങ്കര പ്രഷറുള്ള ഒരു റൂമാണ് പവർ റൂം. അപ്പം അവിടെ നമ്മൾ നമ്മുടെ കണ്ടസ്റ്റൻസിന് വേണ്ടി പോസിറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ബിഗ് ബോസ് അല്ലെങ്കിൽ ലാലേട്ടൻ്റെ വായിന്ന് ഒരു അപ്രിഷിയേഷൻ കേൾക്കാനായിട്ടായിരിക്കും നമ്മൾ ആ വീക്ക് മൊത്തം വെയിറ്റ് ചെയ്യുന്നത്. കാരണം ആ വീട്ടിനകത്ത് ആകെ ഒരു സമാധാനം എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ വോയിസും ലാലേട്ടന്റെ ആ വീക്കിലി അതേ ഉള്ളു കണക്ഷൻ. നമുക്ക് ആ ഒരു കണക്ഷനും പോലും ഇല്ലെങ്കിൽ നമുക്ക് പ്രാന്തായി പോവും, വട്ടായി പോവും. സോ എനിക്ക് അതൊക്കെ കിട്ടിയിട്ടില്ല. അപ്പൊ അത് കിട്ടാത്ത കാരണം എന്തെന്ന് എനിക്കറിയില്ല. പക്ഷെ അതിൽ മുന്നേ വന്നിട്ടുള്ള പവർ റൂമിൽ കയറിയിട്ടുള്ള പല കണ്ടസ്റ്റൻസും ഒന്നും ചെയ്തിട്ടില്ല വല്ലതായിട്ട്. പക്ഷെ നല്ലതായിട്ട് അവരെ കാര്യങ്ങൾ എടുത്തു പറയുകയും സംസാരിക്കുകയും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് ചെയ്തില്ല? അപ്പൊ എനിക്കത് എപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. അതിന് എനിക്ക് പറയാനായിട്ട് എനിക്കില്ല, എനിക്കതിന് വാക്കുകളില്ല പറയാൻ. അത് ഞാൻ അങ്ങനെ പറയില്ല സ്ക്രിപ്റ്റഡ് അങ്ങനെയൊന്നും എനിക്കറിയില്ല. അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും ബിഗ് ബോസിനകത്ത് ഫുൾ എപ്പിസോഡ്സ് ഇരുന്ന് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ അറിഞ്ഞ കാര്യമാണ്,
നമ്മൾ ഹൗസിലിരിക്കുമ്പോൾ നമുക്ക് പുറത്തുനിന്നൊക്കെ കുറേ പേരൊക്കെ വരുമല്ലോ, നമ്മളെ കാണിക്കൽ കുറവാന്ന് ഞാൻ അറിഞ്ഞു. അതിനെ പുറത്ത് വന്നപ്പോഴും പല ഇതിലും പറഞ്ഞിട്ടുണ്ട്, എല്ലാം കണ്ടസ്റ്റന്റ് ഈക്വലി കാണിച്ചിട്ടൊന്നുമില്ല, ചിലവരെ മാത്രം ഫുൾ കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ശരണ്യ കണ്ടന്റ് ഇട്ടില്ല, എന്തുകൊണ്ട് ശരണ്യ ഒന്നും ചെയ്തില്ല. അപ്പം ഞാൻ ഈ ചോദ്യം പൂജയോട് ചോദിക്കുവാണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു, പൂജ അവിടെ ഉണ്ടായിരുന്ന സമയത്താണ്, ശരണ്യ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? ഞാൻ എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ദ തിങ് ഈസ്, അത് അൺടിൽ ഓർ അൺലെസ് ആ ഒരു സംഭവം ടെലിവിഷനിലൂടെ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് വരില്ല, അവർക്ക് കാണത്തില്ല. അവർക്ക് കാണാതെ അവർക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ശരണ്യ ചെയ്തിട്ടുണ്ടെന്ന്. ആ സംഭവം കാണിക്കണോ കാണിക്കണ്ടേ എന്ന് അത് അവരുടെ കയ്യിലാണ്. സോ അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല വാട്ട് ടു സേ. ഈ റെസ്പെക്റ്റീവ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ യെസ്, എനിക്ക് ഈ ചില കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞതിൽ എനിക്ക് ഉള്ളിൽ നിന്ന് തട്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് അറിയത്തില്ല. ഇപ്പം അതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ ഇപ്പൊ പുറത്തുനിന്നൊക്കെ ഇൻഫോർമേഷൻ ഈ ഏതെങ്കിലും ഒരു ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പുറത്തത്തെ പരിപാടി ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ ചേച്ചിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ വല്ല കണ്ടസ്റ്റന്റിനെ കണ്ടിട്ട്? കുറച്ച് കണ്ടസ്റ്റൻസിൻ്റെ കാര്യങ്ങളിൽ എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇപ്പം അങ്ങനെ എല്ലാവരോടും അങ്ങനെ അപ്പം ചെയ്യണം, ഒരാളെ മാത്രമായിട്ട് ചെയ്യാൻ പാടില്ല. അപ്പം ഹാർട്ടിൻ്റെ ബ്ലോക്ക്, പിന്നെ ആ ആള് തന്നെ ഹാപ്പി ആയിട്ട് പിറ്റേ ദിവസം നടക്കുന്നു. അപ്പം ബ്ലോക്കുള്ള എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഏതെങ്കിലും അംഗങ്ങൾക്ക് അതാവുന്നെങ്കിൽ ദാറ്റ് വിൽ എഫക്റ്റ് മൈ ഓൾ ഗെയിം. പിന്നെ സില്ലിയായിട്ട് വീക്കിലി എപ്പിസോഡിൽ ലാലേട്ട ഒരു ബ്ലോക്ക് അല്ലായിരുന്നു ലാലേട്ട ഉള്ളത്, ചിരിച്ചോണ്ടൊക്കെ പറയാ. എനിക്കത് ഒരിക്കലും പ്രാക്ടിക്കലി എനിക്കത് ഡൈജസ്റ്റ് സത്യത്തിൽ ആവുന്നില്ല. ചേച്ചി ആക്ച്വലി ബിഗ് ബോസിൽ വരുന്നതിൻ്റെ ഒരു വലിയൊരു റീസൺ ചേച്ചിക്ക് ഉണ്ട്. ചേച്ചി അത് എന്നോട് സംസാരിച്ചുള്ളതാണ്. ലൈക്ക് എനിക്ക് മെഡിക്കലും കുറച്ച് പരിപാടികൾ, അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ചേച്ചി നിൽക്കുന്നത്. പിന്നെ ചേച്ചിയുടെ ഫാമിലിയിൽ ഒരാൾക്ക് അതൊരു ആവശ്യമുണ്ട് എന്നുള്ള രീതിക്ക്. അപ്പൊ ഞാനിപ്പം തന്നെ അത് ഇനി ബിഗ് ബോസ് ഹൗസ് അല്ലല്ലോ, എൻ്റെ അമ്മ, ഞാൻ അമ്മ എന്ന് വിളിക്കുന്നത്, എൻ്റെ മനീഷേട്ടൻ്റെ മമ്മിക്ക് കിഡ്നീൻ്റെ ട്രാൻസ്പ്ലാന്റ് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ അത്തരം പെയിനായിട്ട് നമ്മൾ അകത്തിരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഓരോ ഡേ അമ്മയ്ക്ക് ഓരോ സന്തോഷം കൊടുക്കുന്ന ഡേ ആണ്. അപ്പം ഞാൻ ഏറ്റവും മാക്സിമം നല്ല രീതിയിൽ പോസിറ്റീവ് വേയിൽ നല്ലൊരു മെസ്സേജ് കൊടുത്ത് സൊസൈറ്റിക്ക് നല്ല രീതിയിൽ അവിടെ ഒരു ഗെയിമറായിട്ട് നിൽക്കുകയും അത് കണ്ട് എൻ്റെ അമ്മയ്ക്ക് മുന്നോട്ടുള്ള ലൈഫിൽ ഓരോരോ ഡേയ്സ് അതൊരു മോട്ടിവേഷൻ ടു ആ ഒരു കിഡ്നി കിട്ടുന്നവരെങ്കിലും വി വോണ്ട് ടു മേക്ക് ഹെർ ഹാപ്പി. അപ്പം എനിക്ക് ഉറപ്പുണ്ട് എന്നെ ഫ്രെയിമിൽ, കാരണം കുടുംബ വിളിക്കൽ കണ്ടുകൊണ്ടിരുന്നപ്പം ഷി വാസ് ലിറ്ററലി ഹാപ്പി. അപ്പോൾ അത് നിർത്തിയല്ലോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ബിഗ് ബോസ് ഫോർ മീ. സോ എനിക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞ വലിയൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. ഫോർ മീ ഇറ്റ്സ് എ ബിഗ് പ്ലാറ്റ്ഫോം. ഞാൻ എൻ്റെ അമ്മയ്ക്ക് ചിലപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ലൈഫിലേക്ക് അത് എല്ലാം സക്സസ്ഫുൾ ആയെങ്കിൽ അവിടം വരെ എത്തിക്കാൻ പറ്റുന്ന ഒരു മീഡിയ ആയിരുന്നു എനിക്ക്. സോ അത്രയ്ക്കും ഞാൻ റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ബിഗ് ബോസ്. അപ്പം ഞാൻ അവിടെ പെർഫോം ചെയ്യാതെ ഇരിക്കില്ല. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എപ്പോഴും നമ്മൾ ഡെയിലി നമുക്ക് ഡയാലിസിസ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എപ്പോഴും പോകുന്ന ആൾക്കാരാണ്. നമുക്ക് ആ പെയിൻ അറിയാം, എത്രത്തോളം പെയിനാണ്. ഇപ്പം പാനിക് അറ്റാക്ക്, ഇപ്പോൾ ചിലവർ പാനിക് അറ്റാക്കായി. എനിക്ക് പാനിക് അറ്റാക്കൊക്കെ എത്ര വല്ല കാര്യങ്ങളാണ്, ഇങ്ങനെ നിസ്സാരമായിട്ട് ഇവർക്ക് പറയണു. അതുപോലെ തന്നെ അച്ഛന് ബ്ലോക്ക്, അതൊക്കെ കണ്ടിട്ട് നിസ്സാരമായിട്ട് കളിക്കുന്നു. സോ ഇതൊന്നും എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. സോ അങ്ങനത്തെ ഒരു വ്യക്തികൾ എനിക്ക് ചിലപ്പോൾ ഞാൻ ഡേ ബൈ ഡേ ലൈഫിലൊക്കെ നമ്മൾ കാണുമ്പോൾ ചിരിക്കാൻ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ എൻ്റെ ഉള്ളിലേക്ക് അവർക്ക് സ്ഥാനം എത്രത്തോളം പോകുന്നു അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് വിശേഷം ശരണ്യേച്ചിയുടെ അപ്പം വർക്ക്സും അതുപോലെ തന്നെ അപ്പം 3 സിനിമകൾ വന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ പ്രൊഡക്ഷൻ എല്ലാം അടിപൊളിയായിട്ട് പോട്ടെ. അപ്പം അതിലെല്ലാം വരുന്നുണ്ട്. എൻ്റെ പാട്ടൊക്കെ ഞാൻ അവിടെ നിന്ന് പാടും. പ്രശ്നം അവിടെ എല്ലായിടത്തും പ്രശ്നം നീ. ഓക്കെ ചേച്ചി, ഒരുപാട് സന്തോഷം എനിക്ക് ഇതേപോലെ ഒരു ചാറ്റ് ചെയ്യാൻ പറ്റിയതിൽ. ഓക്കെ, അപ്പൊ കാണണം. Bharat College of Nursing, Thiruvarur, Tamil Nadu. Affiliated to the Tamil Nadu Dr. MGR University. Admission open for BSc Nursing 2024. ACCA, CMA, CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്.